ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് കണ്ടോ, എൻ്റെ കിച്ചൺ സിങ്ക്, വാഷ് ബേസിന്, ഡോറ്, വിൻഡോസ് ഒക്കെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ. നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ്. അതും ഒറ്റ ഒരു ഉരുളൻകിഴങ്ങ് വെച്ചിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇതൊരു തെളിവ് സഹിതമാണ് കേട്ടോ ഒരു വീഡിയോ. ഇതുവരെയും ആരും ഇങ്ങനെയൊരു ടിപ്പ് യൂട്യൂബിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ താരം ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ പുറത്ത് നല്ല മണ്ണൊക്കെ ഉണ്ടാവും. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഉരുളൻകിഴങ്ങ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവനെ ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വീട് മൊത്തമായിട്ട് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് ഈ ഒരൊറ്റ ഉരുളൻകിഴങ്ങ് മതി കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് നോക്കി എടുത്താൽ മതി. ഇത് ഉപയോഗിച്ചിട്ട് ഡോറും വിൻഡോയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിള്, കോഫി ടേബിള്, കണ്ണാടിയൊക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പിട്ട് കൊടുക്കാം. ഇനി കല്ലുപ്പില്ലെങ്കിൽ നമ്മുടെ പൊടിയുപ്പായാലും മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാനൊരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് അരയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളിത് അന്ന് തന്നെ അരച്ചിട്ട് അന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം. ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന ഉരുളൻകിഴങ്ങിൻ്റെ പേസ്റ്റ് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ വാഷ് ബേസിനും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ണാടിയും അതുപോലെ തന്നെ നമ്മുടെ കതക്, ജനൽ ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കാണുമ്പം പലർക്കും ഒരു സംശയം തോന്നാം, ഉരുളൻകിഴങ്ങിനൊരു സ്മെല്ലില്ലേ, ഇത് വെച്ച് നമ്മൾ വീടിനുള്ളിൽ ക്ലീൻ ചെയ്താൽ സ്മെല്ലുണ്ടാകുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാവില്ല. നമുക്ക് തയ്യാറാക്കിയെടുത്ത പേസ്റ്റും അതുപോലെ തന്നെ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീടിനുള്ളിലുള്ള ഫർണിച്ചറും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുത്ത പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ തയ്യാറാക്കിയ പേസ്റ്റ് കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തിളങ്ങി കിട്ടും കേട്ടോ. അതുമാത്രമല്ല, എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. നമ്മൾ നോൺ വെജ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കിച്ചൺ സിങ്ക് കഴുകിയിട്ടാലും ഒരു സ്മെല്ല് വരാറുണ്ടല്ലേ. പ്രത്യേകിച്ച് മത്തിയും ചാളയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെ ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ചൊരു പേസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. നോൺ വെജ് വൃത്തിയാക്കിയെടുത്ത കിച്ചണാന്ന് പറയത്തേ ഇല്ല. അത്രയ്ക്ക് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും നമുക്ക് കിച്ചൺ കിട്ടും. അതുപോലെ തന്നെ ആ ഡ്രെയിനേജ് ഹോളിൻ്റെ സൈഡിലൊക്കെ അഴുക്ക് മിക്കപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കാറുണ്ടല്ലേ. അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ലതുപോലെ ഉരച്ചൊക്കെ കഴുകിയെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ. ഇപ്പം നോക്കിയാൽ നമ്മുടെ കിച്ചൺ സിങ്ക് എത്ര പള്ളാന്ന് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ നീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വാഷ് ബേസിൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വാഷ് ബേസിൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ടാപ്പും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒരുപാട് നേരം ഉരച്ചെടുത്ത് കൈയൊന്നും വേദനിപ്പിക്കേണ്ട. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു പേസ്റ്റ് വാഷ് ബേസിലും അതുപോലെ തന്നെ ടാപ്പിന് മുകളിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കറ പിടിച്ചിട്ടുള്ള വാഷ് ബേസിലാണെങ്കിൽ കൂടി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇനി ഈ വാഷ് ബേസിൻ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഈ ടാപ്പിലേക്ക് നോക്കിക്കോ, എത്ര നീറ്റായിട്ടാണ് നമ്മുടെ ടാപ്പ് ക്ലീനായി കിട്ടിയത്. നമ്മൾ കഴുകാനായിട്ട് വന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പുതിയതുപോലെ നല്ല തിളക്കത്തോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ.
ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ബാക്കി ഫർണിച്ചർ ഐറ്റംസുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു കോഫി ടേബിളാണ് കേട്ടോ. അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിരുന്ന ആ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. മൈക്രോ ഫൈബർ ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കും പൊടിയും ഒക്കെ വലിച്ചെടുത്തുകൊള്ളും. അപ്പോൾ അതേ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കതകുകൾ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് കതകിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്ത തുണി ഇങ്ങനെയൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ കതകിൽ ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിസൈനിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇയർബഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ അഴുക്കും പൊടിയും ഒക്കെ തന്നെ നമുക്ക് നീറ്റായിട്ടും ക്ലീനായിട്ടും വൃത്തിയാക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു സൊല്യൂഷൻ വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ആ തടിയുടെയൊക്കെ ഗ്ലേസിങ് കുറച്ച് ദിവസത്തേക്ക് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഹാൻഡിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ വാതിലിൻ്റെ ഹാൻഡിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ തുരുമ്പൊക്കെ തന്നെ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സെയിം സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വിൻഡോസുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഡസ്റ്റ് റിമൂവർ യൂസ് ചെയ്തിട്ട് വിൻഡോസിലുള്ള അഴുക്കും പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വിൻഡോയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു പൊടിയും അഴുക്കും ഒക്കെ കൂടെ ചേർന്നിട്ട് വല്ലാണ്ട് കുഴഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ സ്പ്രേ അടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത സ്പ്രേ ഇതുപോലെ വിൻഡോയുടെ ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വൈപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒരു നനഞ്ഞ മൈക്രോ ഫൈബറിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ സിക്സാക്ക് മോഷനിൽ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ വിൻഡോസിൻ്റെ കണ്ണാടികളൊക്കെ തന്നെ കിട്ടും. സെയിം സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ജനൽപ്പടികൾ കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാനിന്ന് 3 വാതിലുകളും 6 ജനലുകളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ ആ ഒരു ബോട്ടിനുള്ളിൽ ബാക്കി ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ബാത്റൂമിനുള്ളിലുള്ള കണ്ണാടി കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എത്ര നീറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്, അടിപൊളിയല്ലേ? ഇനി നമുക്ക് ബാക്കി വന്ന സൊല്യൂഷൻ വെച്ചിട്ട് കണ്ണാടി കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് സിക്സാക്ക് മോഷനിൽ ഇങ്ങനെയൊന്ന് തുടച്ചെടുത്താൽ മതി. തുണി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടായാലും തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ചെറിയ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അടിപൊളിയല്ലേ? ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് വീട് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നത്. നമ്മളിത് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ടാണ് കിച്ചൺ സിങ്കും വാഷ് ബേസിനും വുഡൻ ഫർണിച്ചർ ഐറ്റംസുകളും ഗ്ലാസിൻ്റെ ഫർണിച്ചർ ഐറ്റംസുകളും ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്കിതുപോലെ നല്ല കിഡിലനായിട്ടുള്ളൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പം അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.